എടാ, നിങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച സോംകുമാർ വർമ്മ ഓർമ്മയില്ലേ? വളരെ മികച്ച പ്രകടനം തന്നെ. വളരെ ചെറിയ മത്സരങ്ങളിൽ മാത്രം കളിച്ച് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കാൻ സോംകുമാറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മതിയായ അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. നല്ല ആത്മവിശ്വാസമുള്ള പ്ലെയർ ആയിരുന്നു. പലപ്പോഴും ഡിഫൻസീവ് യൂണിറ്റുമായിട്ടുള്ള തന്റെ കമ്മ്യൂണിക്കേഷൻ, ഒറൈറ്റിംഗ് സ്കില്ല് ഒക്കെ കൊണ്ട്, അതായത് ഒരു ഗോൾ കീപ്പറായിട്ട് നിന്ന് കൃത്യമായിട്ട് പ്രതിരോധ ലൈനെ കമാൻഡ് ചെയ്ത് മുന്നിലോട്ട് കളിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗോൾ കീപ്പർ ആയിരുന്നു സോംകുമാർ വർമ്മ. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ഒരു ആക്രമണോത്സുകതയൊക്കെ പുള്ളി കാണിച്ചിരുന്നു. അതുകൊണ്ട് പലർക്കും പുള്ളി അത്ര പിടുത്തമില്ലായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൽ മതിയായ അവസരങ്ങൾ കിട്ടാതെ അദ്ദേഹം ഒരു യൂറോപ്യൻ ക്ലബിന് വേണ്ടി കളിക്കാൻ പോയി. അവിടെ വളരെ മികച്ച പ്രകടനമാണ് സോംകുമാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നൽകിയൊരു അഭിമുഖത്തിൽ എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ വിട്ടുപോയി എന്നുള്ള ചോദ്യത്തിന് സോംകുമാർ വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നുണ്ട്. എനിക്ക് ബ്ലാസ്റ്റേഴ്സിൽ ലഭിച്ചത് നല്ലൊരു കോൺട്രാക്ട് ആയിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എൻ്റെ കരിയർ അവസാനിക്കുന്ന സമയത്ത് എൻ്റെ പൊട്ടൻഷ്യലെ ഞാൻ മാക്സിമം യൂസ് ചെയ്തില്ലെങ്കിൽ അത് എനിക്ക് വളരെ വലിയ നിരാശ ഉണ്ടാക്കും. മെച്ചപ്പെട്ട കോച്ചുമാർക്കൊപ്പം പരിശീലിക്കുക, എൻ്റെ പൊട്ടൻഷ്യൽ നല്ല രീതിയിൽ തിരിച്ച് മിനുസപ്പെടുത്തിയെടുക്കുക, കൂടുതൽ പ്ലേയിങ് ടൈം എൻഷുർ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളുമായിട്ടാണ് ഞാൻ യൂറോപ്പിലേക്ക് പോയത് എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഡിസിഷൻ എന്തായാലും ശരിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നെങ്കിൽ കിട്ടുന്ന വിലക്ക് എങ്ങോട്ടെങ്കിലും തൂക്കി വിൽക്കുക എന്നതിനപ്പുറത്തേക്ക് വലുതായിട്ട് പുള്ളിയുടെ കരിയറിൽ അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടാകാൻ പോകുമായിരുന്നില്ല. ഇപ്പം എന്തായാലും സോംകുമാർ നല്ലൊരു പോളിഷ്ഡ് മെഷീനായിട്ട് മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആള് നല്ല വിദേശ കോച്ചുമാരോടൊപ്പം പരിശീലനം ചെയ്ത് തൻ്റെ സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വയം മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അത് കൃത്യമായി കണ്ടെത്തി വിനിയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കരിയർ അവസാനിക്കുമ്പോൾ എനിക്ക് വലിയ നിരാശ ഉണ്ടാകും. ആ നിരാശ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ബ്ലാസ്റ്റേഴ്സ് വിട്ട് കൂടുതൽ മെച്ചപ്പെടലിനു വേണ്ടി ഇറങ്ങി തിരിച്ചു എന്ന് സോംകുമാർ പറയുമ്പോൾ സ്വയം റിഫൈൻഡ് പോളിഷ്ഡ് പ്രൊഡക്റ്റായി മാറാനുള്ള സോംകുമാറിലെ പ്രതിഭയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം.